മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാൽ തന്നെ ഇരിക്കൂറിൽ മത്സരിച്ചേക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന വിഷയത്തിൽ ദിവസങ്ങളായി അനിശ്ചിതത്വം തുടരുമ്പോഴും അന്തിമഘട്ട ചർച്ചകളിലും കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തന്നെയാണ് മുന്നിലെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി പദവി ചർച്ചകൾ ഹൈക്കമാൻഡ് അന്തിമഘട്ടത്തിലേക്ക് നീക്കി കെ.പി.സി.സി. മുൻ അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കെ. മുരളീധരൻ, വി.എം. സുധീരൻ, കെ. സുധാകരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, എം.എം. ഹസൻ എന്നീ കെ.പി.സി.സി. മുൻ അധ്യക്ഷന്മാർ അടക്കം ഒട്ടനവധി നേതാക്കളെയാണ് അഭിപ്രായം തേടി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മദ്യത്തിന് വില കുറഞ്ഞു. ജനകീയ ബ്രാൻഡുകൾ 10 രൂപ വീതം കുറഞ്ഞു. ഓഫീസേഴ്സ് ചോയ്സ്, ഓൾഡ് മുങ്ക്, ലേമൗണ്ട് ഉൾപ്പെടെയുള്ള ബ്രാൻഡുകൾക്കാണ് 10 രൂപ കുറഞ്ഞത്. 500 മില്ലിക്ക് 10 രൂപയാണ് കുറഞ്ഞത്. ചില ബ്രാൻഡുകളുടെ ലിറ്ററിന് 20 രൂപ കുറഞ്ഞു. ചൊവ്വാഴ്ച മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. ചില ബ്രാൻഡുകൾക്ക് 30 മുതൽ 50 വരെയും കുറഞ്ഞിട്ടുണ്ട്. ബിവറേജ് കോർപ്പറേഷൻ നിർദ്ദേശം ഷോപ്പുകളിലെത്തി. സോഫ്റ്റ്വെയറിൽ വിലക്കുറവ് രേഖപ്പെടുത്തി. കമ്പനികളുടെ നിർദ്ദേശപ്രകാരമാണ് വില കുറച്ചതെന്നാണ് ബിവറേജസ് കോർപ്പറേഷന്റെ പ്രതികരണം. വയനാട് തുരങ്കപ്പാത നിർമ്മാണം വേഗത്തിലാക്കി. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കും. ആനക്കാപ്പൊയിൽ കള്ളാടി തുരങ്കപ്പാത നിർമ്മാണം ഊർജിതമായി. കഴിഞ്ഞയാഴ്ച ഉന്നത ഉദ്യോഗസ്ഥ സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ച് പ്രവൃത്തി വിലയിരുത്തിയ ശേഷമാണ് നിർമ്മാണം വേഗത്തിലാക്കിയത്. സ്റ്റേറ്റ് എക്സ്പേർട്ട് അപ്രൈസർ കമ്മിറ്റിക്കൊപ്പം കിഫ്ബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പൊതുമരാമത്ത് വകുപ്പ്, കൊങ്കൺ റെയിൽവേ അധികൃതർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് രീതിയിലാണ് തുരങ്കപ്പാത നിർമ്മിക്കുന്നത്. 1957-നും 65-നും ഇടയിൽ ഓസ്ട്രേലിയയിലാണ് ഈ ടണലിംഗ് രീതി വികസിപ്പിച്ചെടുത്തത്. കോഴിക്കോട് ഇടിമിന്നലേറ്റ് വീടിന്റെ ചുമർ തകർന്നു. ഗൃഹനാഥന് പരിക്ക്. നരിക്കുനിയിൽ ഇടിമിന്നലിൽ വീടിന്റെ ചുമര് തകർന്നു. ഇന്ന് വൈകിട്ടോടെയാണ് സംഭവം. നരിക്കുനി വാര്യം വീട്ടിൽ മാധവൻ നായരുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഇടിമിന്നലേറ്റ സമയത്ത് ചുമർ തകർന്ന് കല്ല് കാലിൽ വീണ് ഗൃഹനാഥന് പരിക്കേറ്റു. ഇടിമിന്നലിൽ വീട്ടിലുണ്ടായിരുന്ന നിരവധി കോഴികളും ചത്തു. പരിസരത്തെ വീടുകളിലെ കോഴികളും വളർത്തുമൃഗങ്ങളും ഇടിമിന്നലിൽ ചത്തിട്ടുണ്ട്. കോൺഗ്രസ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ വൈകുന്നത് മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഭയന്ന്. ലീഗും ജമാഅത്തുമാണ് ഇപ്പോൾ കാണുന്ന ബഹളങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇനി ആരെങ്കിലും മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ അവർ ആദ്യമെത്തുക പാണക്കാട് തറവാട്ടിലായിരിക്കുമെന്നും സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു.